ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പാടെ തകിടം മറിഞ്ഞെന്നും സർക്കാർ അവഗണന ദുരിതം ഇരട്ടിപ്പിച്ചെന്നും ആരോപിച്ച് MLA-മാർ. കോന്നിയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി ഒന്ന് വാഹനം നിർത്തുകയെങ്കിലും വേണമായിരുന്നുവെന്ന് KU ജനീഷ് കുമാർ MLA പറഞ്ഞു. ജില്ലാ അവലോകന യോഗം പോലും തന്നെ അറിയിച്ചില്ലെന്നും ജനീഷ് പരാതിപ്പെട്ടു. ഉദ്യോഗസ്ഥരെ മാത്രമാണ് അവലോകന യോഗത്തിന് ക്ഷണിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന പരാതിയുമായി കുട്ടനാട് MLA റിജി ചെറിയാനും രംഗത്തെത്തി. മന്ത്രിസഭ ചേരുന്ന സമയമായതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതിന് പിന്നാലെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും M ലിജുവും തോട്ടപ്പള്ളി അടക്കമുള്ള ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. കിഴക്കൻ വെള്ളം കൂടുതലായി എത്തിയതോടെ 3 ദിവസമായി കുട്ടനാട് മേഖലയിൽ കടുത്ത വെള്ളപ്പൊക്ക ദുരിതമാണ്. തോട്ടപ്പള്ളി പൊഴിയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാത്തതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പൊഴി മുറിച്ച് നീരൊഴുക്ക് സുഗമമാക്കണമെന്ന് കുട്ടനാട് MLA റിജി ചെറിയാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളിൽ മാലിന്യം കുമിഞ്ഞുകൂടിയതും നീരൊഴുക്കിനെ ബാധിച്ചിരുന്നു. ഇതേക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിയെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്ന് MLA ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പം ഒരു കാര്യമുണ്ട്, ഇത് മൊത്തം മുറിച്ച് നേരത്തെ തന്നെ ഇട്ടാൽ നമുക്ക് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് നല്ലൊരു പരിഹാരം ഉണ്ടാക്കാം. മുഖ്യമന്ത്രി ഞാൻ രാവിലെ വിളിച്ചു, അപ്പം മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടില്ല. MLA-യുടെ പരാതി വാർത്തയായതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം എത്തി. ക്യാബിനറ്റ് ചേരുന്നതിനാലാണ് റിജി ചെറിയാന്റെ ഫോൺ കോൾ എടുക്കാതിരുന്നത്. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിൻ്റെ മന്ത്രി ലിജുവിൻ്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി, അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പം അദ്ദേഹം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാകാമെന്ന് MLA പിന്നീട് പറഞ്ഞു. MLA-യുടെ പരാമർശത്തിന് പിന്നാലെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും M ലിജുവും പ്രളയബാധിത പ്രദേശങ്ങളും തോട്ടപ്പള്ളിയും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഡിംഗ് ചാനലിന്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളം ഒഴുക്കി കളയുക, ഇതാണ് വേണ്ടത്. ഇപ്പം അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറെയും പെർമനന്റ് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. ചെറുതന തോട്ടപ്പള്ളി ഭാഗത്ത് മനഃപൂർവ്വം ബ്രഡ്ജിംഗ് നിർത്തിവെപ്പിച്ചത് ആരെന്ന് അന്വേഷിക്കണമെന്ന് ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പൊ ചെറുതന തോട്ടപ്പള്ളി ഭാഗത്ത് ഒരു കമ്പനി ഒരു സ്ഥാപനം കോൺട്രാക്ട് ഡ്രഡ്ജിംഗ് നടത്തുകയാണ്. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ആ ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചു. ആരാ നിർത്തിവെച്ചേ? അപ്പൊ അവിടെ വന്നപ്പോൾ വലിയ കൂന കിടക്കുന്നു മണല്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് ആളുകൾ പറഞ്ഞത് 1.5 ആഴ്ചയായിട്ട് പണിയേ ഇല്ല. ലീഡിംഗ് ചാനലിലെ മാലിന്യം മാറ്റി മണ്ണ് മാറ്റാതെ എങ്ങനെ വെള്ളം ഒഴുകി വരുന്നത്? അപ്പോൾ ഒരു ബോധപൂർവമായി എന്തോ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അന്തർധാരയെന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. മാലിന്യം അടിഞ്ഞുകൂടാൻ കാരണമായ ദേശീയപാത അതോറിറ്റി താൽക്കാലികമായി നിർമ്മിച്ച ഇരുമ്പ് പാലം മുറിച്ചു നീക്കി. റവന്യൂ വകുപ്പ് മന്ത്രി നാളെ ആലപ്പുഴയിലെത്തും. പത്തനംതിട്ടയിലും പ്രളയക്കെടുതിക്കൊപ്പം രാഷ്ട്രീയ വിവാദം തിളയ്ക്കുകയാണ്. കോന്നിയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചില്ല. അവലോകന യോഗത്തിന് MLA-മാരെ വിളിച്ചില്ല. സകല കോൺഗ്രസ് നേതാക്കളെയും വിളിച്ചു നിർത്തിയാണ് മുഖ്യമന്ത്രി അപേക്ഷകൾ സ്വീകരിച്ചത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടർക്ക് പോലും 7 അയലത്തെത്താൻ സാധിച്ചില്ല. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ കോന്നി സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇന്നലെ ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കോന്നി MLA അറിയിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു എന്നാണ്. അത് വളരെ ബോധപൂർവമായിരുന്നു ആ നിർദ്ദേശം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഈ ദുരന്ത സ്ഥലത്ത് പോലും രാഷ്ട്രീയ നാടകമാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി മണ്ഡലം പ്രസിഡന്റിനെ പോലെ തരം താഴരുതെന്നും MLA പറഞ്ഞു. അവലോകന യോഗത്തിന് MLA-മാരെ വിളിക്കാതിരുന്നത് ദുരിതാശ്വാസ ഏകോപനത്തെ ബാധിക്കാതിരിക്കാനാണെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഉദ്യോഗസ്ഥരെ മാത്രമാണ് യോഗത്തിന് ക്ഷണിച്ചത്. ഞങ്ങളെ MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിംഗിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നോട് പറഞ്ഞു മീറ്റിംഗ്. വലിയ നാശനഷ്ടങ്ങളുണ്ടായ കോന്നിയിൽ മുഖ്യമന്ത്രി ഒന്ന് വാഹനം നിർത്തുകയെങ്കിലും ചെയ്യണമായിരുന്നുവെന്ന് ജനീഷ് കുമാർ. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങൾ മാത്രമാണ് സന്ദർശിച്ചതെന്നും എല്ലായിടത്തും പോയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തകിടം മറഞ്ഞുവെന്നും വേണ്ടത്ര ഏകോപനം ഉണ്ടായില്ലെന്നും ആരോപിച്ച് പത്തനംതിട്ടയിലും ആലപ്പുഴയിലെ CPIM അടക്കം പ്രതിപക്ഷ പാർട്ടി യുവജന നേതൃത്വങ്ങളും രംഗത്തെത്തി. ന്യൂസ് മലയാളം, ആലപ്പുഴ, പത്തനംതിട്ട.